കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന്. ഡെപ്യൂട്ടി മേയറായിരുന്ന ദീപക് ജോയ് തൃപ്പൂണിത്തുറയിൽ നിന്നും MLA ആയി വിജയിച്ച പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷനിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. കൗൺസിലിൽ UDFന് മികച്ച ഭൂരിപക്ഷമാണുള്ളത്. UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ എളമക്കര സൗത്ത് ഡിവിഷൻ കൗൺസിലർ VR സുധീറാണ് മത്സരിക്കുന്നത്. 4ാം തവണയാണ് സുധീർ കൗൺസിലറാകുന്നത്. CPMൽ PJ യേശുദാസ് സ്ഥാനാർത്ഥിയാകും. BJP മത്സരരംഗത്തുണ്ട്. ഡോക്ടർ ജലജ ആചാര്യയാണ് സ്ഥാനാർത്ഥി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇപ്പോഴത്തെ ഭൂരിപക്ഷം വെച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും, സംശയമില്ല. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തൃപ്പൂണിത്തുറ MLA മത്സര രംഗത്ത് എത്തിയതോടെ കൂടിയാണ്, അതായത് തൃപ്പൂണിത്തുറ MLA ആയി ദീപക് ജോയിയെ തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് നിലവിൽ ഡെപ്യൂട്ടി മേയർ മത്സരം തെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. ദീപക് ജോയിയുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിർബന്ധിതമാവുകയായിരുന്നു. എന്തായാലും മികച്ച ഭൂരിപക്ഷമാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ UDFനുള്ളത്. UDF സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിലെ എളമക്കര സൗത്ത് ഡിവിഷനിലെ VR സുധീറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. 4ാം തവണയാണ് സുധീർ ഇപ്പോൾ കൗൺസിലർ ആയിരിക്കുന്നത്. 4ാം തവണയാണ്. BJP അതുപോലെ തന്നെ മത്സര രംഗത്തുണ്ട്. CPM സ്ഥാനാർത്ഥി PJ യേശുദാസ് ആണ് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട്. എന്തായാലും UDFന് മേൽക്കൈ ഉള്ളത് സാഹചര്യത്തിൽ തന്നെ എന്തായാലും ഡെപ്യൂട്ടി മേയറും UDF സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കും, തെരഞ്ഞെടുക്കപ്പെടുക UDF സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. വലിയൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ വലിയൊരു ആശങ്കയ്ക്കൊന്നും സാധ്യതയില്ല. എന്നിരുന്നാലും ഡെപ്യൂട്ടി മേയർ മത്സരം തെരഞ്ഞെടുപ്പ് വേണ്ടി വന്ന സാഹചര്യം MLA സ്ഥാനാർത്ഥിയായി ദീപക് ജോയ് മത്സരിച്ച് അദ്ദേഹം MLA തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് നിലവിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. ശരി ആജ്ഞ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.